ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. നമ്മള് ഒരു സീരീസ് അല്ലെ നമ്മളൊരു ഹൈവേ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മൂന്നാം ഭാഗമായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഡിസ്കഷന്റെ അകത്ത് എന്താണ് നമ്മൾ ആ ഒരു ഹൈവേ എഞ്ചിനീയറിംഗിന്റെ അകത്തുള്ള റോഡ് ഡെവലപ്മെന്റ് അതുപോലെ ഹിസ്റ്ററി ഓഫ് റോഡ്സ് കണ്ടു അല്ലെ. സെക്കൻഡിന്റെ അകത്ത് നമ്മൾ എന്താണ് ആ ക്രോസ് സെക്ഷണൽ എലമെന്റ്സിന്റെ ആ ഒരു ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇന്ന് നമ്മൾ എന്താണ് അടുത്ത ടോപ്പിക് എന്നുള്ള രീതിയിൽ ജോമെട്രിക് ഡിസൈൻ, നമ്മുടെ ജോമെട്രിക് ഡിസൈനിന്റെ ഫുൾ ഇല്ല, അതിന്റെ ആ ഒരു ഹൊറിസോണ്ടൽ അലൈൻമെന്റിൽ വരുന്ന ഭാഗങ്ങളിലുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം എന്താണ് കുറച്ച് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ എന്താണ് ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്ന് എന്താണ് ഫസ്റ്റ് കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞല്ലോ ഒരു 5, 6, 7 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്, 6, 7 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ നമ്മൾ സുഖമായിട്ട് എന്താണ് ആ ഒരു 7 മാർക്ക് നമ്മൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും അതിന്റെ ഇക്വേഷൻസ് ഒരുപാടുണ്ട്, അതുപോലെ എന്താണ് നമുക്ക് ഒരുപാട് വാല്യൂസ് അല്ലെ, ഒരുപാട് ഐഡിയാസ് അതിൻ്റെ അകത്തുണ്ട്. സോ എല്ലാം തന്നെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ച ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു 7 മാർക്കാണെങ്കിൽ 7 മാർക്ക് സൂപ്പർ ആയിട്ട് ഉറപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ എന്താണ് നമ്മൾ ആ ഒരു സൈഡ് ഡിസ്റ്റൻസ് അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ആ ഒരു കേംബറിന്റെ ആ ഒരു ടോപ്പിക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സൈഡ് ഡിസ്റ്റൻസിന്റെ ഒരു ക്വസ്റ്റ്യനിലായിരുന്നു നമ്മൾ ലാസ്റ്റ് എൻഡ് ചെയ്തത് അല്ലെ. അപ്പൊ ആ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, PIEV തിയറി ഈസ് റിലേറ്റഡ് ടു അല്ലെ, നമ്മൾ പറയുന്ന PIEV തിയറി. അപ്പൊ അതിന്റെ ആ ഒരു എന്താണ് PIEV തിയറി പറയുമ്പോൾ എന്താണ് ആ ഒരു PIEV എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓൾറെഡി ഓർമ്മ ഉണ്ടാവേണ്ടതാണ് അല്ലെ. സോ P എന്തായിരുന്നു, P എന്ന് പറഞ്ഞാൽ അവിടെ പെർസെപ്ഷൻ ആണ്, P ഈസ് പെർസെപ്ഷൻ. അതുപോലെ എന്താണ് I എന്ന് പറയുന്നത് ഇന്റലക്ഷൻ ആണ്, ഇന്റലക്ഷൻ. അതുപോലെ എന്താണ് E എന്ന് പറയുന്നത് ഇമോഷൻ ആണ്. അതുപോലെ എന്താണ് V എന്ന് പറയുന്നത് വൊലീഷൻ അല്ലെ. സോ ആ ഒരു PIEV എന്താണെന്നുള്ള കാര്യം ആദ്യം ഓർത്ത് വെക്കുക. അത് മേ ബി ഒരു എന്താണ് ആ ഒരു സീരീസ് ഒരു അല്ലെ ഒരു ഓർഡറിൽ ഈ P സ്റ്റാൻഡ്സ് ഫോർ, I സ്റ്റാൻഡ്സ് ഫോർ, E സ്റ്റാൻഡ്സ് ഫോർ, V സ്റ്റാൻഡ്സ് ഫോർ എന്നുള്ള ഇതിൽ ക്വസ്റ്റ്യൻ വന്നാൽ അതേ എഴുതുക. പെർസെപ്ഷൻ നമ്മൾ കാണുന്നത്, ഇന്റലക്ഷൻ നമ്മുടെ ബ്രെയിൻ അനലൈസ് ചെയ്യുന്ന, ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമോഷൻസ് അതിലേക്ക് വരുന്നത്. അതുപോലെ എന്താണ് വൊലീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം ആ ഒരു ആക്ഷൻ അല്ലെ, ആ ഒരു ആക്ഷൻ എടുക്കുന്ന ആ ഒരു പ്രോസസ്. അതാണ് നമ്മൾ PIEV തിയറി കൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ PIEV തിയറി ഈസ് റിലേറ്റഡ് ടു അല്ലെ. സോ അവിടെ എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്, റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ ഉണ്ട്, സൈറ്റിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ പെർസെപ്ഷൻ ടൈം അല്ലെ. എല്ലാം തന്നെ നോക്കിയാൽ നമുക്ക് എന്തൊക്കെയോ ഈ പറയുന്ന PIEV തിയറി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ അകത്ത് നമ്മൾ ആ ഒരു തിയറി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൈറ്റിംഗ് ഡിസ്റ്റൻസ് ബേസിക്കലി ഉദ്ദേശിച്ചാണല്ലേ, കാണാൻ പറ്റുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ പെർസെപ്ഷൻ ടൈം നമ്മൾ PIEV ഫസ്റ്റ് പറയുന്ന ആ ഒരു സാധനമാണ് പെർസെപ്ഷൻ അല്ലെ. അപ്പൊ നമ്മൾ വശങ്ങൾ എന്താണ് ഇതൊന്നും അല്ല, കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാം തന്നെ എന്താണ് ആ ഒരു എക്സാക്ട് ആയിട്ട് നമ്മൾ പറയുന്ന കേസിൽ ഈ PIEV തിയറിന്റെ ബേസിസിലാണ് നമ്മൾ എന്താണ് ഡ്രൈവറിന്റെ റിയാക്ഷൻ ടൈം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെ. അതായത് അയാൾ ആ ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ട് അവസാനം ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ ടൈം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ഒരു ഡ്രൈവറിന്റെ എന്താണ് റിയാക്ഷൻ ടൈമാണ് അല്ലെ. സോ അത് നമ്മൾ യൂഷ്വലി എന്താണ് IRC സ്പെസിഫൈ ചെയ്യുന്നത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ കേസിൽ 2.5 സെക്കൻഡ്സ്, അതുപോലെ എന്താണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ കേസിൽ 2 സെക്കൻഡ്സ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. സോ എന്താണ് നമുക്ക് ഇതിന്റെ ആൻസർ PIEV തിയറി ഈസ് റിലേറ്റഡ് ടു എക്സാക്ട് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ് റിയാക്ഷൻ ടൈം അല്ലെ. സോ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ ആണ് അതിന്റെ അകത്തുള്ള ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും എക്സാക്ട് ആയിട്ടുള്ള ആൻസർ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ അകത്ത് ആ ഒരു സാധനമൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും എന്താണല്ലേ ആ ഡ്രൈവർ റിയാക്ഷൻ ടൈമിന്റെ ബേസിലാണ് നമ്മൾ ആ PIEV തിയറിന്റെ ബേസിൽ നമ്മൾ ഡ്രൈവർ റിയാക്ഷൻ ടൈം അറിയുന്നു. ആ റിയാക്ഷൻ ടൈം യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശരി തന്നെയാണല്ലേ. പക്ഷെ അത് എക്സാക്ട്ലി ആ PIEV തിയറി എന്താണ് നമ്മൾ പറയുന്ന സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിലല്ല, എന്താണ് നമ്മൾ പറയുന്ന റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവറിന്റെ കേസിലായിരിക്കണം അല്ലെ. സോ അതുകൊണ്ട് അവിടെ ആൻസർ വരിക B ആണ്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വെഹിക്കിൾ ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ബ്രേക്ക് ടു എ ഡെഡ് സ്റ്റോപ്പ് പൊസിഷൻ അല്ലെ. അപ്പൊ ഇവിടെ എഗെയിൻ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം ഐഡിയ ആണ്. സോ എന്താണ് ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഫിഗർ ആക്കിയിട്ട് അവിടെ എഴുതാം. സോ എന്താണ് ഇനീഷ്യലി ആ വെഹിക്കിൾ ആ ഡ്രൈവർ എന്താണ് ആ ഡ്രൈവർ അല്ലെ, ആ വെഹിക്കിളിന്റെ അകത്തുള്ള ഡ്രൈവർ ഒരു ഒബ്സ്ട്രക്ഷൻ കാണുന്നുണ്ട് അല്ലെ, ഏതോ ഒരു ഒബ്സ്ട്രക്ഷൻ കാണുന്നു. അവിടെ 2 വാല്യൂസ് ഓർത്ത് വെക്കാൻ എപ്പോഴും പറയാറുണ്ട്. എന്താണ് ആ ഒബ്സ്ട്രക്ഷന്റെ ഹൈറ്റ് നമ്മൾ പറയുന്നത് 15 സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 0.15 മീറ്റേഴ്സിനെയാണ് നമ്മൾ IRC പ്രകാരം ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് പറയുന്നത് അല്ലെ, ഒരു 15 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്ട്. അതുപോലെ എന്താണ് ഹൈറ്റ് ഓഫ് ഐ ലെവൽ ഓഫ് ഡ്രൈവർ 1.2 മീറ്റേഴ്സ് അല്ലെ, ആ 2 വാല്യൂ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഒരു റിയാക്ഷൻ ടൈം ഉണ്ട് അല്ലെ. PIEV തിയറിന്റെ ആ ഒരു എന്താണ് അനലൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ ബ്രെയിൻ ഒക്കെ അനലൈസ് ചെയ്ത് അവസാനം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ ഇടയിൽ
എന്താണ് ആ വെഹിക്കിള് ബ്രേക്ക് ചവിട്ടാണ്ട് അല്ലെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ അകത്ത് അത് വന്നുകൊണ്ടിരുന്ന അതേ സ്പീഡിൽ തന്നെ അത് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ആ ഡിസ്റ്റൻസിനെയാണ് എന്താണ് നമ്മള് ലാഗ് ടൈം എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ലാഗ് ടൈം പറയാ. അതുപോലെ എന്താണ് ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിലാണ് എന്താണ് ബ്രേക്കിംഗ് അല്ലെ. സോ ഈ പോയിന്റിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്താണ് ആ ഒരു വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. സോ ഇതാണ് നമ്മൾ പറയുന്ന ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. സോ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്, അതുപോലെ ഇതാണ് ലാഗ് ടൈം, ഇത് ലാഗ് ഡിസ്റ്റൻസ് അല്ലെ, ഇത് ലാഗ് ഡിസ്റ്റൻസ് ആണ്. സോ അതുപോലെ എന്താണ് ലാഗ് ഡിസ്റ്റൻസും അതുപോലെ എന്താണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്, അത് കമ്പൈൻലിയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് അല്ലെ. സോ ഇത് നമ്മൾ പറഞ്ഞ എന്താണ് PIV തിയറി ഒക്കെ ബേസിക്കലി എന്താണ് ആക്ട് ചെയ്യുന്നത് ആ ഒരു ലാഗ് ടൈം, ആ ഒരു ലാഗ് ഡിസ്റ്റൻസിന്റെ ഇടയിലാണ് അല്ലെ. സോ അതുകൊണ്ട് അതൊക്കെ ഓർത്ത് വെക്കുക. ലാഗ് ഡിസ്റ്റൻസ് എവിടെ വരുന്നു, നമ്മൾ പറഞ്ഞ ആ ഒരു റിയാക്ഷൻ ടൈമിന്റെ അകത്താണ്. അതുകൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ടൈം എന്താണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. സോ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ കമ്പൈൻ ആണ് അല്ലെ. ആ പറഞ്ഞ ലാഗ് ഡിസ്റ്റൻസും അതുപോലെ എന്താണ് നമ്മൾ പറയുന്ന ആ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ പറയുന്നത് എന്താണ് ആ ഒരു എന്താണ് നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെ. സോ ഇത് ഓർത്ത് വെക്കുക. ഇതിൽ ചോദിച്ച കാര്യം എന്താണ്, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വെഹിക്കിൾ ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ബ്രേക്ക് അല്ലെ. ബ്രേക്ക് അപ്ലൈ ആയിട്ട് ഒരു ഡെഡ് സ്റ്റോപ്പിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് അല്ലെ, അതെന്താണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. സോ ഇതാണ് നമ്മൾ പറയുന്ന ആ ഒരു ആൻസർ. സോ എന്താണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. അവിടെ കറക്റ്റ് ലാഗ് ഡിസ്റ്റൻസ് ഓർത്ത് വെക്കുക, അത് ഫസ്റ്റ് അല്ലെ. ആ ഒരു ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ വെഹിക്കിൾ സെയിം സ്പീഡിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് ആണ് ലാഗ് ഡിസ്റ്റൻസ്. ആ ഒരു ഡിസ്റ്റൻസ് അല്ലെ, ആ ഒരു സമയത്ത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞ ലാഗ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 3ലേക്ക് പോവാം. സോ ഇത് ആദ്യം തന്നെ അല്ലെ എന്താണ് നമ്മളോട് ഒരു സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് പൊതുവേ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കുറെ അല്ലെ വാല്യൂസ് ഒക്കെ. ഞാൻ ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ ഒക്കെ എഴുതാം. നമ്മൾ എന്താണ് നമ്മൾ യൂഷ്വലി സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ കേസിൽ ആ ഇക്വേഷൻ പറയുന്നത് കിലോമീറ്റർ പെർ അവറിൽ നമ്മുടെ സ്പീഡ് അല്ലെ പറയുന്ന കേസിൽ 0.278 into V into T plus V square by 254 F plus or minus 0.01 N ആണ് ഗ്രേഡിയന്റ് ഉള്ള കേസിൽ. പൊതുവെ നമുക്ക് ഗ്രേഡിയന്റ് ഒന്നും തരാറില്ല അല്ലെ. നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലക്സ് ആവുന്നതുകൊണ്ട് നമുക്കൊരു കാൽക്കുലേറ്റർ ഇല്ലാത്ത എക്സാംസിന് പൊതുവെ എന്താണ് ഈ ഗ്രേഡിയൻസിന്റെ വാല്യൂസ് ഒന്നും തരാറില്ല അല്ലെ. സോ ഇവിടെ തന്ന വാല്യൂസ് എന്തൊക്കെയാണ്, കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ ഡിസൈൻ സ്പീഡ് ഓഫ് 55 അല്ലെ. സോ V is 55 കിലോമീറ്റർ പെർ അവർ. അതുപോലെ എന്താണ് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ F is 0.37. അതുപോലെ ആ ഒരു വാല്യൂ ഓർത്ത് വെക്കുക. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് അല്ലെ. ആ ഒരു മൂവ്മെന്റ് ഡയറക്ഷൻ എഗെയിൻസ്റ്റ് വരുന്ന ഫ്രിക്ഷൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അതിന്റെ റേഞ്ച് ചിലപ്പോൾ ചോദിക്കാം എന്താണ് 0.35 to 0.4 അല്ലെ. അതുപോലെ ലാറ്ററൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു എന്താണ് നമ്മൾ പറഞ്ഞ ആ ഒരു കർവ്സിൽ വരുന്നത് അല്ലെ, സൂപ്പർ എലിവേഷൻ ഡിസൈൻ ഒക്കെ വരുന്ന ആ ഒരു വാല്യൂ ആണ്. അത് 0.15 ആണ് നമ്മൾ ആ ഒരു വാല്യൂ പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് ആ രണ്ട് വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാൻ പാടില്ല. ലോഞ്ചിറ്റ്യൂഡിനല് എന്താണ് 0.35 to 0.4 ആ ഒരു വെഹിക്കിൾ മൂവ്മെന്റ് ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് വരുന്നത്. അതേസമയത്ത് ലാറ്ററൽ എന്താണ് കർവ്സിൽ വരുന്നതാണ്, അത് 0.15 അല്ലെ. സോ ആ വാല്യൂസ് ഇവിടെ ഓർത്ത് വെക്കുക. ഇനി ഇവിടെ പറഞ്ഞ കാര്യം അല്ലെ. സോ വാല്യൂ എന്താണ് V 55 ആണ്, F 0.37 ആണ്. അതുപോലെ എന്താണ് നമുക്ക് തന്ന റിയാക്ഷൻ ടൈം 2.7 സെക്കൻഡ്സ് ആണ്. ഇനി എന്താണ് അവിടെ നിങ്ങൾ ഡയറക്ട്ലി നമുക്ക് ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് 0.278 into V is 55 into T is 2.7 second plus V square is 55 square divided by എന്താണ് F is 0.37 into 254 അല്ലെ. സോ ഇതാണ് നമുക്ക് ആ ഒരു ഇക്വേഷൻ. ഇനി ഈ ഒരു ഇക്വേഷന്റെ അകത്ത് നമ്മൾ എന്താണ് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 73.4 മീറ്റേഴ്സ് ആയിരിക്കും. ഇനി ആ ഒരു വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കാണ്ട് എന്താണ് നമുക്ക് ആ ഒരു അല്ലെ ആ ഒരു കാൽക്കുലേഷൻ ഇല്ലാണ്ട് തന്നെ നമ്മൾ ഒരു ജസ്റ്റ് ഒരു കുറച്ച് വാല്യൂസ് പഠിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്റ്റോപ്പിംഗ് സൈഡ്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. അതായത് നമുക്ക് ആ ഒരു വാല്യൂസിന്റെ അകത്ത് ഇന്റർപ്ലേറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് എന്താണ് ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. ആ ഒരു കാൽക്കുലേഷൻ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആവശ്യമില്ല. സോ അത് എന്താണ് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ എന്താണ് IRC 66 പ്രകാരം ഒരു ടേബിൾ ഉണ്ട്. അതായത് എന്താണ് ഒരു റൗണ്ടഡ് ഓഫ് വാല്യൂസ് ആണ്. നമ്മൾ ഈ എന്താണ് ഓരോ സ്പീഡിന്റെ ബേസിൽ നമ്മൾ പറയുന്ന സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ എന്താണ് യൂഷ്വലി എഫിന്റെ വാല്യൂ എടുക്കുന്നത് 0.35 അതുപോലെ റിയാക്ഷൻ ടൈമിന്റെ വാല്യൂ IRC സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂ ആയ 2.5 സെക്കൻഡ്സും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
അവിടെ നമ്മൾ പറയുന്ന വാല്യൂസ് ആണ്. അതായത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ ഡിഫറെന്റ് സ്പീഡ് അല്ലെ. സോ അവിടെ ആ ടേബിൾ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ കാര്യങ്ങൾ ഏറ്റവും എളുപ്പമാണ്. വെലോസിറ്റി, അതുപോലെ എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. സോ വി വാല്യൂ 20, സ്പീഡ് 20, 30, 40, 50, 60, 80, അതുപോലെ 100. ഇതിനകത്ത് ഏതെങ്കിലും 3-4 വാല്യൂസ് മാത്രം പഠിച്ചാൽ മതി, ബാക്കി അതിന്റെ ഇടയിൽ വരുന്ന വാല്യൂസ് നോക്കിയാൽ മതി അല്ലെ. സോ 20ന്റെ കേസിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ് ആണ്. അതുപോലെ വി ഇസ് ഇൻ കിലോമീറ്റർ പെർ അവർ ആണ്. 20 തന്നെയാ വരിക. അതുപോലെ 30ന്റെ കേസിൽ 30 വരുന്നു, 40ന്റെ കേസിൽ 45 വരുന്നു, 50ന്റെ കേസിൽ 60 വരുന്നു, 60ന്റെ കേസിൽ 80 വരുന്നു, 80ന്റെ കേസിൽ 120, അതുപോലെ 100ന്റെ കേസിൽ 180. സോ ഇത് നമ്മൾ IRC 66 പ്രകാരം അവിടെ പറഞ്ഞിട്ടുള്ള റൗണ്ടഡ് ഓഫ് വാല്യൂസ് ആണ്. ഏകദേശം ഇതിന്റെ അടുത്തുള്ള വാല്യൂസ് ആണ് വരിക അല്ലെ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഈ എക്സാമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് 55 കിലോമീറ്റർ പെർ അവർ ആണ് അല്ലെ. സോ 55 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ വാല്യൂ അല്ലെ. സോ നമുക്ക് എന്താണ് ഈ ഒരു 55 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിന്റെ ഇടയിൽ വന്നു അല്ലെ. സോ അവിടെ എന്താണ് 16ന്റെയും 18ന്റെയും ഇടയിലാണ് എന്തായാലും നമ്മൾ പറയുന്ന ആ ഒരു സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ വാല്യൂ കിടക്കുക അല്ലെ. അതുപോലെ 0.35 അല്ല 2.5 അല്ല, ചെറിയ വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. അത് നമ്മൾ എക്സാക്ട്ലി അതിന്റെ ഒരു മിഡ് പോയിന്റ് എന്ന് കാണുകയാണെങ്കിൽ 70 കിലോമീറ്റർ പെർ അവറിന്റെ അടുത്താണ് ആൻസർ കിട്ടേണ്ടത് അല്ലെ. അപ്പൊ എന്താണ് ഈ 0.35 പകരം 0.37 ആണ്. അതുപോലെ എന്താണ് ടി വാല്യൂ 2.7 ആയതുകൊണ്ട് അതിൽ ചെറിയ വേരിയേഷൻസ് അവിടെ വരാനുണ്ട് അല്ലെ. സോ അതുകൊണ്ട് എന്തായാലും ആ 16ന്റെയും 8ന്റെയും ഇടയിൽ തന്നെ ആയിരിക്കും മിക്കവാറും നമുക്ക് വാല്യൂ കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് ആ ഒരു ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ മതി. ആ 16ന്റെയും 8ൽ നിൽക്കുന്ന വാല്യൂ അല്ലെ, അതിന്റെ ഇടയിൽ നിൽക്കുന്ന വാല്യൂ ഒറ്റയൊന്ന് മാത്രമേ ഉള്ളൂ. 73.4 മീറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ അതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഇൻ കേസ് എന്താണ് നമുക്ക് ഒരു 16ന്റെ ഒരു 70 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന ഒരു സ്പീഡ് വന്നിട്ട് അതിന്റെ എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതെന്താണ് 80ന്റെയും 120ന്റെയും ഇടയിൽ ഒരു 100ന്റെ അടുത്തുള്ള വാല്യൂ ആയിരിക്കും അവിടെ കിട്ടുക അല്ലെ. സോ ആ രീതിയിൽ നിങ്ങൾ ഇത് ഇന്റർപ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ആ ഒരു ടേബിൾ അതിനകത്ത് മെയിൻലി ആ ഒരു മേ ബി നിങ്ങളല്ലേ 20, 40, 60, 80, 100 പഠിച്ചാലും മതി. അപ്പൊ അതിന്റെ ഇടയിലുള്ള വാല്യൂസ് നോക്കിയാണ് യൂഷ്വലി എന്താണ് ആ വാല്യൂസ് കുറച്ച് ദൂരെ ആയിരിക്കും ഉണ്ടാവുക. അതായത് 100, 101.2, 2.1 അങ്ങനെ അടുത്തടുത്ത വാല്യൂസ് ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് തന്നെ ചെയ്യേണ്ടി വരില്ല. പക്ഷെ അത് കാൽക്കുലേറ്റർ ഒക്കെ ഇല്ലാത്തൊരു എക്സാം ആയതുകൊണ്ട് അത്ര അടുപ്പിച്ചുള്ള വാല്യൂസ് കിട്ടില്ല അല്ലെ. സോ അതുകൊണ്ട് യൂഷ്വലി നമുക്ക് ഈ ഒരു ടേബിള് ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ എന്താണ് നമുക്ക് പൊതുവേ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കേരള PSC ഇതിനു മുമ്പ് 80 കിലോമീറ്റർ പെർ അവറിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ 70 ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. സോ 80ന്റെ കേസിൽ 120 മീറ്റർ, 100ന്റെ കേസിൽ 180 മീറ്റർ, 60 ആയപ്പോ 80 ആയി, 50 ആയപ്പോ 60 ആണ് അല്ലെ. സോ ആ വാല്യൂസ് ഒക്കെ ആ ഹയർ വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക. ലോവർ വാല്യൂസ് അങ്ങനെ വാല്യൂ ആയിട്ട് ചോദിച്ചിട്ടില്ല. സോ 50 മുതൽ അങ്ങോട്ടേക്കുള്ള ആ വാല്യൂസ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ നിങ്ങൾ കാൽക്കുലേഷൻ ഒന്നുമില്ല. കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചധികം കാൽക്കുലേഷൻ ഉള്ള സംഭവമാണ്. ഒരു മേ ബി ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. സോ അതുകൊണ്ട് ആ വാല്യൂ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 5 സെക്കൻഡ് കൊണ്ട് അതിന്റെ ആൻസർ കിട്ടും. അത്രയും സമയം അവിടെ ലാഭിക്കാൻ പറ്റും. സോ ജസ്റ്റ് ആ ഒരു ടേബിൾ ഒന്ന് പഠിച്ചു വെച്ചാല് അത് എന്താണ് നമുക്ക് ആ ഒരു ഉപകാരപ്പെടും അല്ലെ. സോ IRC 66 ആണ് 1976. ആ ഒരു കോഡിന്റെ ബേസിലാണ് എന്താണ് ഈ പറയുന്ന ആ ഡിസൈൻ വാല്യൂസ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ടേബിൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 4 ചോദിച്ചതാണ് മാക്സിമം സൂപ്പർ എലിവേഷൻ റെക്കമെൻഡഡ് ബൈ ദ IRC ഫോർ അർബൻ റോഡ് സ്ട്രെച്ചസ് വിത്ത് ഫ്രീക്വന്റ് ഇന്റർസെക്ഷൻ അല്ലെ. അപ്പൊ അവിടെ എന്താണ് സൂപ്പർ എലിവേഷന്റെ ആ ഒരു റേഞ്ച് ആണ് അല്ലെ, മാക്സിമം വാല്യൂസ് ആണ് ചോദിച്ചത്. സോ അത് നമുക്ക് ജസ്റ്റ് എല്ലാം എഴുതി വെക്കാം. നമ്മൾ എന്താണ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ. സോ സൂപ്പർ എലിവേഷന്റെ വാല്യൂസ് നമ്മൾ പറയുന്നത് പ്ലെയിൻ ആൻഡ് റോളിംഗ് ആണെങ്കിൽ അല്ലെ, പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനിന്റെ കേസിൽ പറയുന്നത് 7% അല്ലെങ്കിൽ 0.07 എന്ന് കാണാമല്ലേ, 7% ആണ്. അതുപോലെ എന്താണ് മൗണ്ടേനിയസ് ടെറൈൻ ആണെങ്കിൽ മൗണ്ടേനിയസ് ടെറൈനിന്റെ കേസിൽ 10% ആണ് ആ ഒരു മാക്സിമം അല്ലെ, ആ ഒരു ലിമിറ്റിംഗ് വാല്യൂ. ഇനി അവിടെ തന്നെ മൗണ്ടേനിയസിന്റെ കേസിൽ ഒരു സ്പെഷ്യൽ കേസ് വരാറുണ്ട് അല്ലെ, മൗണ്ടേനിയസ് വിത്ത് സ്നോ അല്ലെ, മൗണ്ടേനിയസ് റീജിയൻ ബൗണ്ട് വിത്ത് സ്നോ, അതായത് സ്നോഫാൾ ഉള്ള ഏരിയാസ് ബൗണ്ട് വിത്ത് സ്നോ ആണെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന വാല്യൂ എന്താണ് 7% തന്നെയാണ് അല്ലെ. സോ ആ 7% തന്നെയാണ് നമ്മൾ ആ ഒരു കേസിൽ പറയാം. അതുപോലെ അർബൻ ഏരിയാസിന്റെ കേസിൽ നമ്മൾ യൂഷ്വലി പറയുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 4% ആണ് അല്ലെ. ആ ഒരു അർബൻ ഏരിയാസിന്റെ കേസിൽ നമ്മൾ 4% ആണ് ആ വാല്യൂ പറയാം. സോ അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ അകത്ത് ആൻസർ വരുന്നത് എന്താണ് 4% അല്ലെ. സോ അർബൻ ഏരിയാസ് ചോദിച്ചു, അതുകൊണ്ട് എന്താണ് 4% ആൻസർ വരിക. സോ ഈ വാല്യൂസ് ഒക്കെ കൊടുത്ത് വെക്കുക. ഇതൊക്കെ തന്നെ പല സ്ഥലങ്ങളായിട്ട് ചോദിച്ചാണ്.
സോ എന്താണ് നമ്മൾ പ്ലെയിൻ ആൻഡ് റോളിംഗ് ആണെങ്കിൽ 7%, മൗണ്ടേനിയസ് ആണെങ്കിൽ 10%, മൗണ്ടേനിയസ് വിത്ത് സ്നോ ആണെങ്കിൽ വീണ്ടും 7%, അർബൻ ഏരിയാസ് ആണെങ്കിൽ 4%, അല്ലെ. സോ ഈ ഒരു ഐഡിയ നിങ്ങൾ ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5 പോവാം. സോ വാട്ട് വിൽ ബി ദ റൂളിംഗ് മിനിമം റേഡിയസ് ഫോർ ഹൊറിസോണ്ടൽ കർവ് ഓഫ് നാഷണൽ ഹൈവേ ഇൻ പ്ലെയിൻ ടെറൈൻ? അത് 2 പ്രാവശ്യം എന്തോ ഒരു അല്ലെ അത് വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ. അസ്യൂമിങ് റൂളിംഗ് ഡിസൈൻ സ്പീഡ് ഈസ് 127 km/h. വലിയ വാല്യൂ ആണ്, എന്നാലും ക്വസ്റ്റ്യൻ തന്ന വാല്യൂ ആണ്, അത് അതുപോലെ ചെയ്യാം അല്ലെ. മിനിമം ഡിസൈൻ സ്പീഡ് ഈസ് 80 km/h. റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഈസ് 0.05. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.05. സോ നമ്മൾ 0.15 പറഞ്ഞു, അവിടെ 0.05 എന്നുള്ള വാല്യൂ തന്നുകൊണ്ട് നമുക്ക് അത് എടുത്താൽ മതി അല്ലെ. അതുപോലെ എന്താണ് റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ 7%, അല്ല അവിടെ 5% ആണ് അല്ലെ. സോ അതുകൊണ്ട് ആ വാല്യൂ അതുപോലെ എടുത്താൽ മതി. ഇനി അത് നമ്മുടെ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാത്ത ഒരു എക്സാം, ഏതോ 1 മാർക്ക് എക്സാമിന്റെ ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാനാണ് ആ രീതിയിലുള്ള വാല്യൂസ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ എന്താണ് നമുക്ക് ആ സൂപ്പർ എലിവേഷന്റെ ഇക്വേഷന്റെ അകത്ത് അറിയാം എന്താണ് E+F ഈസ് ഈക്വൽ ടു V²/127R ആണ് അല്ലെ. സോ ഈ കേസിൽ നമുക്ക് എന്താണ് തന്നിട്ടുള്ള ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് 127 km/h ആണ്. അതുപോലെ എന്താണ് ഈ വാല്യൂ എന്ന് പറയുന്നത് 0.05 ആണ്. എഫ് വാല്യൂ എന്താണ് 0.05 ആണ് അല്ലെ. ഇനി ഇവിടെ എന്താണ് നമുക്ക് ബേസിക്കലി എന്താണ് ഈ പറയുന്ന ആർ വാല്യൂ ആണ് കാണാൻ പറഞ്ഞത് അല്ലെ. സോ എന്താണ് വാട്ട് വിൽ ദ റൂളിംഗ് മിനിമം റേഡിയസ്, ആ ഒരു മിനിമം റേഡിയസ് ആണ് കാണാൻ പറഞ്ഞത്. ആ മാക്സിമം വാല്യൂസ് ഓഫ് ഇ ആൻഡ് എഫ് ഇടുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെ, ആ ഒരു കോയിഫിഷ്യന്റ് ഓഫ് എന്താണ് ഫ്രിക്ഷനും അതുപോലെ എന്താണ് സൂപ്പർ എലിവേഷന്റെ വാല്യൂ അത് കീപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു റൂളിംഗ് റേഡിയസ്, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രം ചെയ്തിട്ട് ആറ് കണ്ടുപിടിച്ചാൽ മാത്രം മതി അല്ലെ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഗേറ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്, IAS എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലെ. സോ അതുകൊണ്ട് റൂളിംഗ് മിനിമം റേഡിയസ് എത്രയാണെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഒരു ഐഡിയ നമ്മൾ സൂപ്പർ എലിവേഷന്റെ ആ ഒരു ബേസിക് ഇക്വേഷന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്താണ് നമുക്ക് R ഈസ് ഈക്വൽ ടു V²/127 into E+F അല്ലെ. സോ V² എത്രയാണ് 127 സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ 127 into E+F അല്ലെ. E 0.05 പ്ലസ് F 0.05 അല്ലെ. സോ 127 ഒന്ന് വെട്ടിപ്പോയി അല്ലെ. സോ എന്താണ് 127 ഡിവൈഡഡ് ബൈ 0.05 പ്ലസ് 0.05 0.10 ആവും. സോ ഇതെന്തായി 1270 മീറ്റേഴ്സ് അല്ലെ. സോ 1270 മീറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂലേക്ക് വരും അല്ലെ. സോ അതാണ് നമുക്ക് ആൻസർ ഇട്ട ഓപ്ഷൻ എന്താണ് ബി ആണ്. 1270 മീറ്റേഴ്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു വാല്യൂ. അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു ആൻസർ. സോ ഈ ഒരു ഐഡിയ ഓർത്ത് വെക്കുക. ആ ഒരു സൂപ്പർ എലിവേഷന്റെ ആ ഒരു ഇക്വേഷന്റെ ബേസ് ആണ് നമ്മൾ ആ ഒരു മിനിമം റേഡിയസ് അല്ലെ, ആ ഒരു മിനിമം റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ റൂളിംഗ് മിനിമം റേഡിയസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ യൂഷ്വലി ആ ഒരു ഇക്വേഷന്റെ ബേസിലാണ്. സോ അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ കിട്ടുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 അല്ലെ, ക്വസ്റ്റ്യൻ നമ്പർ 6 പോവാണ്. നമ്മൾ എന്താണ് നെക്സ്റ്റ് ടോപ്പിക്, അതായത് എക്സ്ട്രാ വൈഡനിങ് ഓഫ് പേയ്മെന്റ്. So extra widening of a pavement at horizontal curves on two-lane road is not required if the radius of the curve is greater than അല്ലെ. അപ്പൊ അതിനു മുന്നേ എന്താണ് നമ്മൾ ആ ഒരു എക്സ്ട്രാ വൈഡനിങ്ങിന്റെ കേസ് അവിടെ നമ്മൾ യൂഷ്വലി അല്ലെ ഒരു കർവ് വരുന്ന സിറ്റുവേഷനിൽ നമുക്കറിയാം എന്താണ് 2 ടൈപ്പ് ഓഫ് എക്സ്ട്രാ വൈഡനിങ് ഉണ്ട്. എന്താണ് മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡനിങ്ങും W മെക്കാനിക്കലും അതുപോലെ എന്താണ് W സൈക്കോളജിക്കൽ അല്ലെ, W സൈക്കോളജിക്കൽ. സോ ആ 2 ടൈപ്പ് ഓഫ് എക്സ്ട്രാ വൈഡിങ് അവിടെ വരാനുണ്ട്. സോ എക്സ്ട്രാ വൈഡിങ് WE അല്ലെ. ഇതിൽ മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡിങ് എന്തുകൊണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു, ആ ഒരു വെഹിക്കിളിന്റെ വീൽ ബേസ് റിജിഡ് ആയതുകൊണ്ട് ആ ഒരു കർവില് അല്ലെ, ആ കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് ആ വെഹിക്കിൾ അതുപോലെ കർവായി പോകുന്നില്ല അല്ലെ, അത് സ്ട്രെയിറ്റ് ആണ്, അത് റിജിഡ് ആണ്. സോ അതുകൊണ്ട് ഫ്രണ്ട് വീല് ട്രാക്ക് ചെയ്യുന്ന അതേ പാത്ത് ആയിരിക്കില്ല ബാക്ക് വീല് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, അതേ പാത്തിലേക്ക് കൂടി ആയിരിക്കും നമ്മൾ ബാക്ക് വീൽസ് മൂവ് ചെയ്യാം അല്ലെ. സോ യൂഷ്വലി എന്താണ് ആ ഒരു ഫ്രണ്ട് വീൽസ് എന്താണ് ആ വെഹിക്കിളിന്റെ ഫ്രണ്ട് വീലും ബാക്ക് വീലും ഇങ്ങനെയാണെങ്കിൽ അല്ലെ. സോ ഈ ഫ്രണ്ട് വീൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു, അടുത്ത സെക്ഷനിൽ എന്താണ് ആ ഫ്രണ്ട് വീൽ ഇവിടെ ഉണ്ട്, പക്ഷെ ബാക്ക് വീൽ കുറച്ചും കൂടി പുറത്തായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അല്ലെ. സോ ഈ ഒരു ഡിഫറൻസ് ആ ഒരു പ്രോപ്പർട്ടി അല്ലെ. സോ ആ ഒരു പ്രോപ്പർട്ടി കാരണമാണ് നമ്മൾ എന്താണ് ആ ഒരു എക്സസ് ആയിട്ടുള്ള പാത്ത് ആ ഒരു വിട്ട് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബാക്ക് വീൽസ് എന്താണ് ആ ഒരു ട്രാക്കിന്റെ ആ ഒരു റോഡിന്റെ പുറത്തോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. സോ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡിങ് ഓഫ് ട്രാക്കിംഗ് അല്ലെ. സോ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓഫ് ട്രാക്കിംഗ് എന്നാണ് പറയാം. സോ ആ ഒരു പ്രോപ്പർട്ടി, സോ നമ്മൾ ഈ പറഞ്ഞ ബാക്ക് വീല് ഫ്രണ്ട് വീലിന്റെ ആ പാത്തിൽ നിന്ന് ആ ട്രാക്കിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുന്ന ആ ഒരു പ്രതിഭാസം അല്ലെ. സോ അതിനെയാണ് നമ്മൾ ഓഫ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്.
സോ ഓഫ് ട്രാക്കിംഗ് കാരണമാണ് നമ്മൾ മെക്കാനിക്കൽ വൈഡിങ് കൊടുക്കുന്നത്. അതുപോലെ സൈക്കോളജിക്കൽ വൈഡിങ് എന്തിനായിരുന്നു? യൂഷ്വലി ഒരു അല്ലെ നമ്മൾ ആ ഒരു കർവിലേക്ക് പോവുകയാണെങ്കിൽ ഡ്രൈവേഴ്സിനുള്ള ഒരു ടെൻഡൻസി ആണ് കുറച്ചും കൂടി എന്താണ് റേഡിയസ് കൂട്ടിയിട്ട് അല്ലെ നടുക്കേ കൂടെ കുറച്ച് ഒരു ധൈര്യക്കുറവായിരിക്കും. അപ്പൊ കുറച്ചും കൂടി ദൂരെ നിന്ന് എന്താണ് ആ ഒരു കർവ് ക്യാറ്റർ ചെയ്യാൻ വേണ്ടി ആൾക്കാർ പോകുന്നുണ്ടാവും അല്ലെ. സോ അതുകൊണ്ട് സൈക്കോളജിക്കൽ റീസൺ കാരണം എന്താണ് നമ്മൾ ആ ഒരു എക്സ്ട്രാ വിഡ്ത്ത് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു കോമ്പിനേഷൻ, സോ ആ ഒരു മെക്കാനിക്കൽ വൈഡനിങ് പ്ലസ് എന്താണ് സൈക്കോളജിക്കൽ വൈഡനിങ്, അതിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ പറയുന്നത്. അതിന്റെ ടോട്ടൽ ആണ് നമ്മൾ ഈ പറയുന്നത് ടോട്ടൽ എക്സ്ട്രാ വൈഡനിങ്. സോ അതിന്റെ ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് W മെക്കാനിക്കൽ എന്ന് പറയുന്നത് NL²/2R പ്ലസ് സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് V/9.5√R അല്ലെ. അതില് L എന്ന് പറയുന്നത് എന്താണ് ലെങ്ത് ഓഫ് വീൽ ബേസ് ആണ്. L ഈസ് ലെങ്ത് ഓഫ് വീൽ ബേസ്, ലെങ്ത് ഓഫ് വീൽ ബേസ്. അത് ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ IRC സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂ 6.1 നമ്മൾ യൂഷ്വലി ഇക്വേഷനിലൊക്കെ ഇട്ട് എടുക്കുന്നത് 6 മീറ്റേഴ്സ് അല്ലെ. സോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ. അതുപോലെ N എന്താണ് നമ്പർ ഓഫ് ലെയിൻസ് ആണ്. സോ N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ലെയിൻസ് ആണ് ആ ഒരു പാത്തിന്റെ അകത്ത് ആ ഒരു ട്രാക്കിലുള്ളത്. R നമ്മൾ പറയുന്ന റേഡിയസ് ആണ് അല്ലെ, ആ ഒരു കർവിന്റെ റേഡിയസ് ആണ്. അതുപോലെ V എന്താണ്? V ഈസ് ദ വെലോസിറ്റി അല്ലെ, ആ ഒരു കർവ് കാറ്റർ ചെയ്ത് പോകുന്ന സമയത്ത് ആ വെഹിക്കിൾസ് പാസ് ചെയ്ത് പോകുന്ന ആ ഒരു വെലോസിറ്റി സ്പീഡ് അല്ലെ. സോ അതാണ് ആ ഒരു എക്സ്ട്രാ വൈഡിങ്ങിന്റെ കേസ് പറയുന്നത്. ഇനി ഇതിന്റെ അകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ആ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. എന്താണ് നമ്മൾ പറയുന്നത്? എക്സ്ട്രാ വൈഡിങ് ഓഫ് പേയ്മെന്റ് അറ്റ് ഹൊറിസോണ്ടൽ കർവ്സ് ഓൺ 2 lane റോഡ്സ് ഈസ് നോട്ട് റിക്വയർഡ് അല്ലെ. നമ്മൾ ഏത് റേഡിയസിൽ കൂടുതൽ ആ ഒരു കർവ് ഉണ്ടാവുമ്പോഴാണ് ആ ഒരു എക്സ്ട്രാ വൈഡിങ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് അല്ലെ. സോ ആ ഒരു കേസ് നമ്മൾ പറയുന്നത് 300 മീറ്റേഴ്സ് ആണ് നമ്മുടെ ട്രാക്ക്. ആ ഒരു റേഡിയസ് ഓഫ് ദ കർവ് 300 മീറ്റേഴ്സിൽ കൂടുന്ന കേസിൽ നമ്മൾ അവിടെ എന്താണ് എക്സ്ട്രാ വൈഡനിങ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് പറയുന്നത്. സോ ആ ഒരു വാല്യൂ കൊടുത്ത് വെക്കുക 300 മീറ്റേഴ്സ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോവാം. വാട്ട് ഈസ് ദ മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡനിങ് അല്ലെ. സോ ആ മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡനിങ് കണ്ടാൽ തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം. WM മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡനിങ് എന്താണ്? NL²/2R ആണ് അല്ലെ. സോ NL²/2R ആണ്. സോ എന്താണ് ക്വസ്റ്റ്യൻ? സോ റിക്വയർഡ് ഫോർ എ 2 lane പേയ്മെന്റ് ഓഫ് വിഡ്ത്ത് 7 മീറ്റർ അല്ലെ. സോ N നമ്പർ ഓഫ് ലെയിൻസ് 2 തന്നിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം കേരള PSC ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താണ് അവിടെ ആ 2 എന്താണ് വിഡ്ത്ത് ഓഫ് ലൈൻ മാത്രം തന്നു, നമ്പർ ഓഫ് ലൈൻസ് 2 ഉണ്ടെന്ന് പറഞ്ഞില്ല അല്ലെ. 7 മീറ്റേഴ്സ് ആണ് വിഡ്ത്ത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അല്ലെ. സോ 7 മീറ്റേഴ്സ് കണ്ടാൽ യൂഷ്വലി നമ്മൾ 3.5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്പർ ഓഫ് ലൈൻസ് പറയാം അല്ലെ. സോ ആ ഒരു വിഡ്ത്ത് ഓഫ് ലൈൻ പറയാം. സോ അതുകൊണ്ട് 7 മീറ്റേഴ്സ് കണ്ടാൽ 2 lanes ആയിരിക്കും. 3.5ഉം 3.5 ഉള്ള 2 lanes അവിടെ വന്നുകൊണ്ടാണ് 7 മീറ്റേഴ്സ് വന്നത്. ഇവിടെ ഡയറക്റ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 lane ആണ്, 7 മീറ്റേഴ്സ് വിഡ്ത്തുള്ള 2 lanes ഉണ്ട് അല്ലെ. സോ അതുകൊണ്ട് അവിടെ നമ്പർ ഓഫ് ലെയിൻസ് എന്ന് പറയുന്നത് 2 മീറ്റേഴ്സ് ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് നമ്പർ ഓഫ് ലൈൻസ് തരാണ്ട് ഒരു വാല്യൂ ഒരു 10.5 അല്ലെങ്കിൽ ഒരു 14 മീറ്റേഴ്സ് ആണ് നമ്മുടെ ട്രാക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ അവിടെ N വാല്യൂ തരാത്തോണ്ട് 1 ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല, തെറ്റാണ്. എന്താണ് 14 മീറ്റേഴ്സ് എന്ന് കണ്ടാൽ തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് ആണ് എന്താണ് അവിടെ 4 lanes ആയിരിക്കും അല്ലെ. സോ 3.5 3.5 3.5 3.5 ആ രീതിയിലുള്ള 4 lanes വരുമ്പോഴാണ് അവിടെ 14 മീറ്റേഴ്സ് ആവും അല്ലെ. സോ അതുകൊണ്ട് ആ രീതിയിൽ ആ നമ്പർ ഓഫ് ലൈൻസ് അതുപോലെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഡ്ത്ത് ഓഫ് പേയ്മെന്റ് നോക്കിയിട്ട് എന്താണ് നമ്പർ ഓഫ് ലൈൻസ് അവിടെ കണ്ടുപിടിക്കുക. കേരള PSC ആ ഒരു സാധനം ആ ഒരു ക്വിസ്റ്റ് ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 7 മീറ്റേഴ്സ് റോഡിന്റെ കേസിൽ നമ്മളോട് എക്സ്ട്രാ വൈഡിങ് അല്ലെ. സോ അതുകൊണ്ട് അവിടെ N വാല്യൂ 2 ആണ്. ഇവിടെ ഡയറക്ട്ലി 2 lane എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല, N 2 ആണ് അല്ലെ. ഇനി എന്താണ് റേഡിയസ് ഓഫ് ദ കർവ്? റേഡിയസ് ഓഫ് ദ കർവ് 250 മീറ്റേഴ്സ് ആണ്. അതുപോലെ എന്താണ് ലെങ്ത് ഓഫ് വീൽ ബേസ്? L വാല്യൂ ഈസ് 5 മീറ്റർ. ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട് 70 km/h അല്ലെ. പക്ഷെ ആ 70 km/hന്റെ ആവശ്യം നമുക്കില്ല അല്ലെ. നമുക്ക് എന്താണ് ആ ഒരു ഇക്വേഷന്റെ അകത്ത് നിന്നാണ് N L R മാത്രമേ ഉള്ളൂ അല്ലെ. സോ ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡനിങ് ഈസ് N ഈസ് 2 മീറ്റേഴ്സ്. 2 മീറ്റേഴ്സ് അല്ല 2 അല്ലെ. 2 2 നമ്പർ ആണ്, 2 lanes ആണ് അല്ലെ. L എത്രയാണ്? 5² ആണ്. ഡിവൈഡഡ് ബൈ എന്താണ് 2 into R വാല്യൂ എത്രയാണ്? 250 അല്ലെ. സോ ഇവിടെ എന്താണ് 2 into 25 ഡിവൈഡഡ് ബൈ 2 into 250. സോ എന്താണ് അത് 1/10 ആവും. സോ എത്രയാണ്? 0.100 മീറ്റേഴ്സ് ആണ് ആൻസർ അല്ലെ. സോ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഇക്വേഷൻ ഒന്ന് മൈൻഡിൽ വെക്കുക. നമ്മൾ കൂടുതൽ തവണ എന്താണ് ഇതിന്റെ അകത്ത് ചോദിക്കാൻ ആ എക്സ്ട്രാ വൈഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് കുറച്ച് കൂടുതലുള്ള സാധനം എന്താണ് നമ്മൾ പറയുന്ന മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡിങ് ആണ്. മറ്റേതിന്റെ കേസിൽ ആ സ്ക്വയർ റൂട്ട് വരുന്നതുകൊണ്ട് കാൽക്കുലേറ്റർ ഇല്ലാത്തൊരു എക്സാമിന് അല്ലെ അത് കുറച്ചൊരു ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് ആ ഒരു വാല്യൂ എക്സൈറ്റഡ് കണ്ടുപിടിക്കൽ. സോ അതുകൊണ്ട് അതിന് കുറച്ചും കമ്പാരിറ്റീവ്ലി ഒരു പ്രോബിലിറ്റി കുറവാണ്. സോ ആ ഒരു എക്സ്ട്രാ വൈഡിങ്ങിന്റെ ആ ഒരു ഇക്വേഷൻ നല്ല വൃത്തിയായിട്ട് ഓർത്ത് വെക്കുക. എന്താണ് നമ്മൾ ആ ഒരു മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡിങ് കാര്യമായിട്ട്
അതുപോലെ സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ് ഇക്വേഷൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതും ഓർമ്മ വേണം അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു വാല്യൂ ഓർത്ത് വെക്കുക. എന്താണ് v/9.5 റൂട്ട് അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 8 പോവാം. അപ്പൊ നമ്മൾ എന്താണ് ട്രാൻസിഷൻ കർവിന്റെ അകത്തുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ എന്താണ് ട്രാൻസിഷൻ കർവ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് എയ്തർ എൻഡ് ഓഫ് എ സർക്കുലർ കർവ് ടു ഒബ്റ്റെയിൻ. നമ്മൾ എന്തിനാണല്ലോ ഇത് അഗെയിൻ കേരള PSC ചോദിച്ചിട്ടുണ്ടായ ക്വസ്റ്റൻ ആണ്. നമുക്ക് ആ ഒരു ഐഡിയ ഒന്നും കൂടി അതിന്റെ അകത്ത് ഏതെങ്കിലും ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ലെ. സോ എന്തിനാണ് നമ്മൾ ട്രാൻസിഷൻ കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് അല്ലെ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഗ്രാജുവൽ ഇൻക്രീസ് ഓഫ് സൂപ്പർ എലിവേഷൻ ഫ്രം 0 at tangent point to the specified amount at the junction of the transition curve with the mean curve. അതാണ് നമ്മൾ പറഞ്ഞല്ലേ. സോ എന്താണ് നമ്മൾ പറഞ്ഞത്? സോ ആ ഒരു സ്ട്രെയിറ്റ് സെക്ഷനിൽ നിന്ന് കർവിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. സോ അതിന്റെ ഇടയിൽ ഇവിടെ പറയുന്ന റേഡിയസ് എത്രയാണ്? നമ്മൾ സ്ട്രെയിറ്റ് സെക്ഷന്റെ റേഡിയസ് ഇൻഫിനിറ്റി പറയും. അതുപോലെ എന്താണ് നമുക്ക് ആ ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ കർവിന് ഒരു 6 റേഡിയസ് ഉണ്ട് അല്ലെ. സോ ഇതിന്റെ ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് എന്താണ് ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ആ ഒരു റിക്വയർഡ് ആയിട്ടുള്ള റേഡിയസിലേക്ക് കൊണ്ടുവരാം അല്ലെ. സോ ഫസ്റ്റ് റിക്വയർമെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ട്രാൻസിഷൻ കർവ് പറയുന്നത് അതാണ്. അതായത് റേഡിയസ് റേഡിയസ് നമ്മൾ ഇൻഫിനിറ്റി ടു ആ ഒരു സ്പെസിഫൈഡ് ആർ അല്ലെ. സോ സ്പെസിഫൈഡ് ആർ വാല്യൂലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുപോലെ ആ ഒരു ബേസിക്കലി കർവേച്ചർ 0 കർവേച്ചറിൽ നിന്ന് അല്ലെ ആ 0 കർവേച്ചർ ലൈനിൽ നിന്ന് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു കർവേച്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സൂപ്പർ എലിവേഷൻ അല്ലെ. അതുപോലെ സൂപ്പർ എലിവേഷന്റെ കേസിൽ ഇവിടെ സ്ട്രെയിറ്റ് സെക്ഷനിൽ സൂപ്പർ എലിവേഷൻ ഇല്ല. അതേ സമയത്ത് ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ കർവ് ആയതുകൊണ്ട് അവിടെ ഒരു സൂപ്പർ എലിവേഷൻ വാല്യൂ ഇ ഉണ്ടാവും അല്ലെ. സോ ഈ 0യിൽ നിന്ന് ഇ എന്ന് പറയുന്ന ആ ഒരു വാല്യൂലേക്ക് ഗ്രാജുവലി ആ സൂപ്പർ എലിവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തേർഡ് പറയുന്ന സിറ്റുവേഷൻ നമ്മൾ യൂഷ്വലി ആ ഒരു എക്സ്ട്രാ വൈഡിങ് പറഞ്ഞു അല്ലെ. സോ ഇവിടെ വിഡ്ത്ത് ഈ ഒരു സെക്ഷനിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് W തന്നെയാണ്. നമ്മൾ പക്ഷേ ഹൊറിസോണ്ടൽ കർവ് എത്തിയപ്പോൾ അവിടെ ആ ഒരു എക്സ്ട്രാ വൈഡിങ് അവിടെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. സോ ആ W എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് W പ്ലസ് WE അല്ലെ ആ ഒരു റിക്വയർഡ് എക്സ്ട്രാ വൈഡിങ്ങിലേക്ക് അല്ലെ ഗ്രാജുവലി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സോ ഇത്രയും കാര്യങ്ങൾക്ക് അല്ലെ. സോ മെയിൻലി ഇത്രയും കാര്യങ്ങൾക്കാണ്. അതുപോലെ ആ ഒരു കംഫർട്ട് കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു കർവ് കാട്ടുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിലേക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് അതും ഗ്രാജുവലി ഒരു വലിയൊരു ജെർക്കൊന്നും ഇല്ലാണ്ട് കംഫർട്ടബിളി ആ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന ട്രാൻസിഷൻ കർവ് ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. സോ ഇത്രയും കാര്യങ്ങൾക്കാണ് മെയിൻലി നമ്മൾ ആ ഒരു ട്രാൻസിഷൻ കർവ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ഓപ്ഷൻസിലേക്ക് പോവാം. ഗ്രാജുവൽ ഇൻക്രീസ് ഓഫ് സൂപ്പർ എലിവേഷൻ ഫ്രം 0 at the tangent point the specified amount at the junction. അതാണ് അല്ലെ. സോ 0യിൽ നിന്ന് നമ്മൾ പറഞ്ഞ ആ റിക്വയർഡ് ഇ എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ എലിവേഷനിലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസിഷൻ കർവ് കൊടുക്കുന്നത്. അതുപോലെ ബിയിൽ പറഞ്ഞത് ഗ്രാജുവലി ഡിക്രീസ് ഓഫ് കർവേച്ചർ ഫ്രം 0 at the tangent point to the specified quantity at the junction. അതും അതാണ് അല്ലെ. സോ കർവേച്ചർ ഇനീഷ്യലി സ്ട്രെയിറ്റ് ലൈനിന്റെ കേസിൽ 0 ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ഹൊറിസോണ്ടൽ കർവിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ റിക്വയർഡ് ആയിട്ടുള്ള കർവേച്ചറിലേക്ക് ഗ്രാജുവലി കൊണ്ടെത്തിക്കാണ്ട് ആ കംഫർട്ട് കണ്ടീഷന്റെ കേസിലൊക്കെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ അല്ലെ. സോ അതുകൊണ്ട് ബിയും കറക്റ്റ് ആണ്. ഇനി പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. എയും ബിയും കറക്റ്റ് ആയതുകൊണ്ട് സിയോ കറക്റ്റ് ആയിരിക്കും. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. അപ്പൊ സിയിൽ പറഞ്ഞ കാര്യം ഗ്രാജുവൽ ചേഞ്ച് ഓഫ് ഗ്രേഡിയന്റ് ഫ്രം 0 at the tangent point to the specified amount the junction of the transition curve with mean curve. അതും കറക്റ്റ് ആണല്ലോ. അപ്പൊ ഇൻ കേസ് ആ ഒരു ഗ്രേഡിയന്റിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അല്ലെ ആ ഗ്രേഡ് കോമ്പൻസേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഗ്രാജുവലി ആ ഒരു കർവിന്റെ കേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം അല്ലെ. സോ അതുകൊണ്ട് ഇതും കറക്റ്റ് ആണ് അല്ലെ. സോ അതാണ് നമ്മൾ പറയുന്ന ആ ഒരു കേസ് ഗ്രാജുവൽ ചേഞ്ച് ഓഫ് ഗ്രേഡിയന്റ് ഫ്രം 0 at the tangent point to the specified amount at the junction. ഇൻ കേസ് അവിടെ ഗ്രേഡിയന്റ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ 0യിൽ നിന്ന് നമുക്ക് ആ സ്പെസിഫൈ ചെയ്ത വാല്യൂലേക്ക് അത് ഗ്രാജുവലി കൊണ്ടെത്തിച്ചാൽ മതി അല്ലെ. സോ അതുകൊണ്ട് അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് 2 ഓപ്ഷൻസ് നോക്കിയാൽ മതി. അത് രണ്ടും കറക്റ്റ് ആയതുകൊണ്ട് എന്തായാലും ഓൾ ഓഫ് ദീസ് ആയിരിക്കണം ആൻസർ വരിക അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ ആ ഗ്രേഡിയന്റിന്റെ കേസ് പറയുന്നില്ല. ഗ്രേഡിയന്റ് ഇൻ കേസ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അത് കൊടുക്കണം അല്ലെ. എന്തായാലും അത് കൊടുത്തേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് അതും കറക്റ്റ് ആണ്. സോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ വരുന്നത് ആൻസർ ഡി ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9. അതും ഡിസൈൻ ഓഫ് ഹൊറിസോണ്ടൽ ട്രാൻസിഷൻ കർവിന്റെ കേസാണ്. നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. So 2 factors, namely comfort and rate of change of super elevation. 2 factors, namely rate of change of super elevation, minimum length formula given by IRC. 1 factor, namely the rate of change of centrifugal acceleration. 3 factors, namely allowable value of rate of change of super elevation, centrifugal acceleration. Rate of change of centrifugal acceleration, super elevation and minimum length of formula given by IRC. Basically
ആ ഒരു ഹൊറിസോണ്ടൽ ട്രാൻസിഷൻ കർവിന്റെ കേസിൽ ഡിസൈൻ ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. അതായത് ആദ്യം എന്താണ് ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷന്റെ കേസിൽ ആ ഇക്വേഷൻസ് ഒക്കെ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷന്റെ ആ ഒരു സിറ്റുവേഷന്റെ ബേസിൽ ഡിസൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ IRC ഇക്വേഷൻസ് അല്ലെ, ആ IRC ഇക്വേഷൻസിന്റെ ക്വസ്റ്റൻ അടുത്തായിട്ടുണ്ട്, അത് ഞാൻ അവിടെ പറയാം. സോ IRC ഇക്വേഷൻസിന്റെ ബേസിൽ നമ്മൾ ഡിസൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും മാക്സിമം വാല്യൂ ആണ് നമ്മൾ എന്താണ് ആ ഒരു ട്രാൻസിഷൻ കറന്റ് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത് അല്ലെ. സോ അതുകൊണ്ട് ഇവിടെ എന്താണ് ഈ പറയുന്ന 3 ഫാക്ടേഴ്സും ഇൻക്ലൂഡ് ആണ് എന്താണ്. അതുകൊണ്ട് D ആണ് ആൻസർ. നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ആ സെൻട്രിഫ്യൂഗൽ ആക്സലറേഷന്റെ കേസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ എന്താണ് സൂപ്പർ എലിവേഷന്റെ കേസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞ ആ ഒരു IRC ഫോർമുല അല്ലെ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഓപ്ഷൻ D ആണ് ആൻസർ. മേളിലോട്ടേക്ക് വരുന്ന ചില ഓപ്ഷൻസ് ശരിയാണ്, പക്ഷെ അവിടെ 2 മാത്രമേ പറഞ്ഞു അല്ലെ. 3 എണ്ണം ഈ പറഞ്ഞ 3 എണ്ണം വരുന്നതുകൊണ്ട് ഏറ്റവും എക്സാക്ട് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോവാം. എന്താണ് ആസ് പെർ IRC ദ മിനിമം ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഫോർ എ മൗണ്ടേനിയസ് ടെറൈൻ റോഡ് വിത്ത് റേഡിയസ് ഓഫ് കർവേച്ചർ 100 മീറ്റർ ആൻഡ് ഡിസൈൻ സ്പീഡ് 100 km/h അല്ലെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് IRC ഫോർമുല അല്ലെ, ട്രാൻസിഷൻ കർവിന്റെ കേസിൽ പ്ലെയിൻ ആൻഡ് റോളിംഗ് ആയാൽ 2.7 v²/r. സോ വിയും ആറൊക്കെ എന്താണ് ഞാൻ വീണ്ടും എഴുതുന്നില്ല, v സ്പീഡാണ്, അതുപോലെ r എന്താണ് റേഡിയസ് ഓഫ് കർവ് ആണ് അല്ലെ. അതുപോലെ മൗണ്ടേനിയസ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് v²/r മാത്രമാണ്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതുകൊണ്ട് ആ ഇക്വേഷൻ മാറിപ്പോയാൽ അവിടെ ആൻസർ തെറ്റി അല്ലെ. ആ 2 ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞ കേസ് എന്താണ് മൗണ്ടേനിയസ് ടെറൈൻ ആണ് അല്ലെ. സോ മൗണ്ടേനിയസ് ടെറൈൻ ആയതുകൊണ്ട് ഇതാണ് നമ്മൾ പറയുന്ന ആ ഒരു ഇക്വേഷൻ, ആ ഒരു ആൻസർ അല്ലെ. സോ എന്താണ് നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ലെങ്ത് ഓഫ് കർവ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു v വാല്യൂ ഈസ് 100 km/h 100² ഡിവൈഡഡ് ബൈ റേഡിയസ് ഈസ് 100 അല്ലെ. സോ അതുകൊണ്ട് എന്താണ് ആൻസർ 100 meters വരും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിരുന്നെങ്കിൽ അവിടെ 270 meters വരും അല്ലെ. സോ ആ ഒരു ആൻസർ അതിൻ്റെ അകത്തുണ്ട്. സോ അത് തെറ്റിപ്പോകാൻ പാടില്ല. മൗണ്ടേനിയസ് ആയപ്പോൾ എന്താണ് v²/r മാത്രമാണ്. സോ അതുകൊണ്ട് ആ ഒരു കാര്യം എന്താണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ആ ഇക്വേഷൻസ് ഓർത്ത് ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഈ എല്ലാ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. അതുപോലെ ആ ഒരു തിയറിറ്റിക്കൽ ഐഡിയാസും കൂടി ഒന്ന് പ്രോപ്പർ ആക്കിയിട്ട് വെക്കുക. അപ്പൊ ഇന്നത്തെ ഡിസ്കഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ എന്താണ് പുതിയൊരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, സൈലം ടെക്നിക്കൽ എക്സാംസ്. നിങ്ങൾക്ക് എന്താണ് എല്ലാ വീക്കിലും എക്സാംസ് ഉണ്ടാവും. അതുപോലെ എന്താണ് നമുക്ക് ആ ഒരു കാര്യമുണ്ട്, ആ LSTD എക്സാംസിന്റെ അല്ലെ, അതുപോലെ ഓവർസീ ഗ്രേഡ് 1 എക്സാംസിനൊക്കെ അല്ലെ, അത് ബേസിക്കലി നമ്മുടെ ഈ എക്സാംസിന്റെ ഒരു സെറ്റ് ഓഫ് ഒരു പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറ് അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യുന്നില്ല, ഓവർസീ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെങ്കിൽ അല്ലെ. സോ ഈ ഒരു എന്താണ് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുക, ഫ്രീ ആണ്. അതാണ് മെയിൻ ഹൈലൈറ്റ്, ഫ്രീ ടെസ്റ്റ് സീരീസ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് അത്യാവശ്യം നല്ല ആ ഒരു LSTD എക്സാം വരെ നമുക്ക് ഇങ്ങനെ എല്ലാ വീക്കിലും നമുക്ക് ആ ടെസ്റ്റ് സീരീസ് ഉണ്ടാവുന്നതാണ്, എല്ലാ വീക്കിലും ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. സോ അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി അല്ലെ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണ് ആ ഒരു ടെസ്റ്റിൽ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോപ്പർ ആയിട്ട് എന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലെ. സോ അതുകൊണ്ട് എല്ലാവരും തന്നെ നിങ്ങൾ ഈ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക, ഫ്രീ ആണ്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക കാര്യമായിട്ടൊന്ന് അല്ലെ. ആ ഓരോരോ എന്താണ് ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആ പ്രിപ്പറേഷൻ വിലയിരുത്തുക അല്ലെ. കുറച്ച് അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് കൂടിക്കൂടി വരുന്ന ആണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്രോപ്പർ ആണെങ്കിൽ ആ മാർക്ക് എന്നാലും കൂടി വരും അല്ലെ. അപ്പൊ അത് നമുക്ക് ആ ഒരു എക്സാം ആകുമ്പോഴത്തേക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് മെയിൻ എന്താണ് ഫ്രീ ആയതുകൊണ്ട് അല്ലെ, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു നമ്പർ 995100 അല്ലെ, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. നല്ല ബാക്കിയുള്ള എന്തെങ്കിലും കോഴ്സ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ആ ഡിസ്കഷൻ, ഈ ഒരു എന്താണ് മൂന്നാമത്തെ ഡിസ്കഷൻ അല്ലെ, മൂന്നാമത്തെ അധ്യായം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്കിനി ബാക്കി നെക്സ്റ്റ് ജോമെട്രി ഡിസൈനിന്റെ സെക്കൻഡ് പാർട്ട്, ആ ഒരു ഗ്രേഡിയൻസിന്റെ നമ്മുടെ വെർട്ടിക്കൽ അലൈൻമെന്റ് ഒരു ഡിസ്കഷൻ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, സോ അപ്പൊ എല്ലാവരും കാര്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ബൈ, ഗുഡ് ബൈ.